ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പിന്റെ 31-ാം ദിവസത്തെ ചിന്ത. ജപമാലയിലൂടെ അത്ഭുത ശക്തി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു കൽക്കട്ടയിലെ മദർ തെരേസ. ഒരു ദിവസം മദർ ഒരു വലിയ മരുന്ന് കടയിലേക്ക് കയറി ചെന്നു. പാവങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട മരുന്നുകളുടെ ആ വലിയ ലിസ്റ്റ് മാനേജറെ ഏൽപ്പിച്ച് വിനീതമായി പറഞ്ഞു, "എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ദയവായി ഈ മരുന്ന് തന്നാൽ സാധുക്കൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും." മാനേജർ ആ ലിസ്റ്റ് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മദറിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, "സ്ത്രീയെ, നിനക്ക് സ്ഥലം തെറ്റി. ഇത് മരുന്നുകൾ വെറുതെ കിടക്കുന്ന സ്ഥലമല്ല, വിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് വേറെ പണിയുണ്ട്. ദയവായി ശല്യപ്പെടുത്താതിരിക്കുക." മദർ ഒരക്ഷരവും ഉറവിടാതെ പുറത്തേക്ക് നിന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സമയം ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. കടയുടമ വിളിച്ചു, "ഇതാ ഈ 3 മരുന്ന് പാക്കറ്റുകളും എടുത്തുകൊള്ളുക. എല്ലാം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട മരുന്നുകളാണ്. ഞങ്ങളുടെ കമ്പനി വക സമ്മാനമായിരിക്കട്ടെ ഇത്." മദർ നന്ദി പറഞ്ഞിറങ്ങി. ദൈവത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിനും ഏറ്റവും പ്രീതികരമാണ് ജപമാല പ്രാർത്ഥന. ആരെല്ലാം വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ജപമാല ചൊല്ലുന്നുവോ അവിടെയെല്ലാം മറിയം സന്നിഹിതയാവുന്നു. സ്വർഗ്ഗം കാതോർക്കുന്നു.